നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസ്ക്ലോഷർ ഡേ, സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ സിനിമയാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച സംവിധായകൻ എന്നറിയപ്പെടുന്ന സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ 50-ാം വർഷം കടന്നു പോവുകയാണ് തൻ്റെ കരിയറിലൂടെ. 1977 ദി ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദി തേർഡ് കൈൻഡ് എന്നുള്ളൊരു സിനിമ നമ്മളെ ഏലിയൻ ഇൻവേഷനെ പരിചയപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 81-82 ET എക്സ്ട്രാ ടെറിട്ടോറിയൽ എന്നൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു. വൻ വിജയമായിരുന്നു. നമ്മുടെ ഏലിയൻ്റെ ഒരു ഫ്രണ്ട്ലി പരിഗണന നൽകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പരമാവധി ജനങ്ങളിൽ എത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. അതിനുശേഷം വാർ ഓഫ് വേൾഡ്സ് വന്നു. 2005-6 ആണെന്ന് തോന്നുന്നു വാർ ഓഫ് വേൾഡ്സ് വന്നു. അത് ഒരു ഏലിയൻ ഇൻവേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിനുശേഷം വരുന്നൊരു ഏലിയൻ ബേസ്ഡ് ഒരു സ്റ്റോറി തന്നെയാണ് ഡിസ്ക്ലോഷർ ഡേ പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിഗംഭീര സിനിമ എക്സ്പീരിയൻസ് നൽകിയൊരു സിനിമ തന്നെയായിരുന്നു ഡിസ്ക്ലോഷർ ഡേ. ഇതിലെ കഥ തുടങ്ങുന്നത് ജോഷ് ഒക്കോണറിൻ്റെ ക്യാരക്ടർ ഡോക്ടർ ഡാനിയൽ എന്നൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഡോക്ടർ ഡാനിയലിൻ്റെ കയ്യിൽ ചില അപൂർവ രഹസ്യങ്ങളടങ്ങുന്ന കുറച്ച് ഹാർഡ് ഡ്രൈവുകളുണ്ട്. അപ്പോൾ വെക്സർ എന്നൊരു കമ്പനിക്കെതിരെയാണത്. വെക്സർ എന്നൊരു കമ്പനി US-ലെ ഒരു സയൻറ്റിഫിക് സൈനിക മേഖലയിൽപ്പെടുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ചില രഹസ്യങ്ങൾ ഡാനിയൽ ലോകത്തോട് അറിയിക്കാൻ ശ്രമിക്കുന്നതാണ് കഥ മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നായികയുടെ എൻട്രിയാണ്. ക്ലൈമറ്റ് റൈഡറായിട്ടാണ് അതിൽ എമിലി ബ്ലണ്ട് വന്നിരിക്കുന്നത്. മാർഗരറ്റ് ഫെയർചൈൽഡ് എന്നുള്ളൊരു ക്യാരക്ടറാണ് എമിലി ബ്ലണ്ട് ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായിരുന്നു എമിലി ബ്ലണ്ടിൻ്റെ ഒരു ട്രാൻസിഷൻ. ഒരു ക്യാരക്ടറിൽ വരുന്നൊരു 1-2 ട്രാൻസിഷൻ സീൻസൊക്കെ ഉണ്ട്. അതിമനോഹരമായിരുന്നു. ആ ഒരു ക്യാരക്ടറും ഈ രണ്ട് ഡാനിയൽ എന്നുള്ളൊരു ക്യാരക്ടറും ഈ മാർഗരറ്റ് എന്നുള്ളൊരു ക്യാരക്ടറും തമ്മിൽ ചേർന്ന് ചെയ്യുന്നൊരു സ്ട്രഗിൾ തന്നെയാണ് സിനിമ പറയുന്നത്. ഏലിയൻ ഒരു സംഭവം ശരിക്കും ഉണ്ടോ, അത് UFO അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും ഉണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് സിനിമ. ഇതിൽ 1947 ഏലിയൻ അബ്ഡക്ഷൻ എന്നൊരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ഗവൺമെൻറ് പിന്നീട് ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചില ന്യൂസുകളൊക്കെ, ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആവാം, ഒറിജിനൽ ന്യൂസ് ആവാം. ഏലിയൻ നാട്ടിൽ വരുന്നു, ഈ സ്പേസ് ഷിപ്പ് കാണുന്നു, പിന്നീട് ആ ന്യൂസ് അങ്ങ് മാഞ്ഞു പോകുന്നതാണ് പതിവ്. അത് ഇത് കഥയിൽ പറയുന്നത് അതിന് ചില കാരണങ്ങളുണ്ട്. അത് ആ കാരണങ്ങളും ഞാൻ പറഞ്ഞ സ്പോയിലർ ആവും. ആ കാരണങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. അതെന്തുകൊണ്ട് ഇപ്പോൾ ഈ ജോഷ് ഒക്കോണറിൻ്റെ ക്യാരക്ടർ ഇത് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണങ്ങൾ എന്തുകൊണ്ട് ഗവൺമെൻറ് തടയുന്നു എന്നൊക്കെയാണ് ഇതിലുള്ള ഒരു മിസ്റ്ററി, ഈ സ്റ്റോറിയിൽ വരുന്നൊരു മിസ്റ്ററി. വെക്സർ ഗ്രൂപ്പിൻ്റെ ഹെഡായിട്ട് വന്നിരിക്കുന്നത് ഒരു സ്കാലോൺ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കോളിൻ ഫുർത്താണ്. ഗംഭീര പ്രകടനമായിരുന്നു. പിന്നീട് ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ റോള് ചെയ്തിരിക്കുന്നത് കോളിൻ ഡൊമിംഗോയാണ്. നമ്മൾ സിനിമയിലൊക്കെ മൈക്കിളിൻ്റെ ഫാദറായിട്ടൊക്കെ അഭിനയിച്ച ഒരു ക്യാരക്ടറാണ് കോളിൻ ഡൊമിംഗോയുടെ. പുള്ളി ചെയ്തിരിക്കുന്ന ഹ്യൂഗോ എന്നുള്ളൊരു ക്യാരക്ടറും. ഒരു സിനിമ പറയുന്ന ഒരു കഥ, അതൊരു ട്വിസ്റ്റ് ആൻഡ് ടേണിലുപരി അതൊരു ഗ്രേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു സ്പിൽബർഗിൻ്റെ ഒരു പ്രത്യേക ശൈലി തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. അതിൻ്റെ കൂടെ ജോൺ വില്യംസിൻ്റെ മ്യൂസിക്. ഈ ജോൺ വില്യംസ് ഒരു 94 വയസ്സുള്ള ഒരു മ്യൂസീഷ്യനാണ്. പുള്ളിയും ജോൺ വില്യംസും സ്റ്റീഫൻ സ്പിൽബർഗും ചേർന്ന് ഏകദേശം 30ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഇപ്പം ഈ രണ്ട് കോംബോ, ഈ ഡ്യുവോ കോംബോ എന്ന് പറയുന്നത് ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച ഒരു സംവിധായകൻ മ്യൂസിക് ഡയറക്ടർ കോംബോ തന്നെയാണ്. അത് നമുക്ക് ഈ സിനിമയിലും കാണാൻ കഴിയും. നമ്മൾ ജുറാസിക് പാർക്കിലും ET-യിലെല്ലാം കണ്ടതുപോലെ ആ ഒരു മ്യൂസിക് തരുന്നൊരു ഹൈ. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ആക്ടിങ്ങിൽ ഒരു ഡ്രാമാറ്റിക് രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാ സ്പിൽബർഗ് സിനിമയിലും നമ്മൾ കാണുന്നത് പോലെ ഒരു ഡ്രാമാറ്റിക് ശൈലിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് എല്ലാ സ്പിൽബർഗ് സിനിമകളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പരമാവധി ഗ്ലോബൽ കാറ്റഗറിയിൽ ഗ്ലോബൽ ഓഡിയൻസിന് ഈ ക്യാരക്ടർ പറയുന്നത് കൺവേ ചെയ്യിപ്പിക്കാനാണ് ആ ഒരു ശൈലി സ്പിൽബർഗ് ഉപയോഗിക്കുന്നതെന്ന് വേണം നമുക്ക് പറയാൻ. നമുക്ക് ഉദാഹരണത്തിന് കൊറിയൻ സീരീസുകൾ തന്നെ നമുക്ക് എടുക്കാം. കൊറിയൻ സീരീസ് വ്യാപകമായിട്ട് ഈ ഗ്ലോബൽ രീതിയിൽ ഇത്രത്തോളം റീച്ച് ആവാൻ കാരണം അതിലുള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്ന ഒരു രീതി, അവരുടെ ഇമോഷൻസും സംഭവങ്ങളൊക്കെ പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്ന ഒരു രീതി, എല്ലാതരം പ്രേക്ഷകരെയും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതി മെനഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കൊറിയൻ സീരീസൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. അതേ ശൈലി തന്നെയാണ് ഈ സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഇംഗ്ലീഷ് സബില്ലാതെ നമുക്ക് ഈ സിനിമ വേണമെങ്കിൽ കാണിക്കാൻ പുള്ളിക്കാരന് അത് മനസ്സിലാകും. അതുപോലെ തന്നെ കേൾവിക്ക് പ്രശ്നമുള്ള ഒരാളെയും കൊണ്ടിരുത്തിയാലും നമുക്ക് ഈ സിനിമ പുള്ളിക്കാരന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻ വഴി ഒരു ദൃശ്യാവിഷ്കാരം നൽകുന്നതിൽ സ്റ്റീഫൻ സ്പിൽബർഗ് എവിടെയും വിജയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും. ഏലിയനിലുപരി ഏലിയൻ ഇൻവേഷൻ അല്ല ഈ സിനിമ പറയുന്നത്, ഒരു ഏലിയൻ അബ്ഡക്ഷൻ കാരണം
കാരണം ഏലിയന് ലോകത്തോട്, അതായത് ഹ്യൂമൻസിനോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതിനുള്ള ഒരു തടസ്സപ്പെടുത്തൽ എന്തിനാണ് ആ തടസ്സപ്പെടുത്തൽ, അത് ഏലിയൻസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് കൺവേ ചെയ്തിരിക്കുകയാണ് ഈ സിനിമ. പിന്നീട് ഇതിൽ ഒരു അത്തീസവും ഡിവോട്ടിസവും ചേർന്നിട്ടുള്ളൊരു കൊളിഷൻ ചെറുതായിട്ട് ഇതിൽ ആ ഒരു രാഷ്ട്രീയം ഇതിൽ പറയുന്നുണ്ട്. അത്തീസത്തിന് മേളിലാണോ ഡിവോട്ടിസത്തിന് മേളിലാണോ അത്തീസം എന്ന് വെച്ചാൽ അതിലൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, ഒരു ഗോഡ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത് നമ്മളെ മാത്രമാണോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു വേറൊരു ഡിവോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്, ഗോഡ് നമ്മളെ എർത്തിലാണ് ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു സംഭവം പറയുന്നത് എർത്തല്ലാതെ വേറൊരു പ്ലാന്റിനെ കുറിച്ചും എർത്തിലാണ് മനുഷ്യരെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ വേറൊരു പ്ലാന്റിൽ മറ്റാൾക്കാരെയും ക്രിയേറ്റ് ചെയ്തിരിക്കാം എന്നുള്ളൊരു ഡിലൂഷനാണ് ഇതിലോട്ട് സംവിധായകൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഡിവോട്ടിസത്തിനെ താഴ്ത്തുന്നുമില്ല, അത്തീസത്തിനെ അത്രത്തോളം ഉയർത്തുന്നുമില്ല. ആ ഒരു ലെവലിലാണ് സിനിമ കൊണ്ടുപോകുന്നത്. അത്തരം പ്രേക്ഷകർക്കും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഡിസ്ക്ലോഷർ ഡേ. എല്ലാവരും പോയി കാണുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.